എന്താണോ ഇത്? പോലീസ് കണ്ടെത്തി. പത്രക്കാർ പിറകെ ക്യാമറ ആയിട്ട് വന്നില്ലെങ്കിൽ തനിക്കൊന്നും പണിയെടുക്കാൻ പറ്റില്ലേ? തനിക്ക് ആരാ ശമ്പളം തരുന്നത്? സർക്കാരോ ചാനലുകാരോ? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. എന്തൊരു ശുഷ്കാന്തി! സകല കാര്യങ്ങളും വിസ്തരിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ചാനൽ നോക്കിയിട്ട് എഫ്ഐആർ തയ്യാറാക്കാം. താനൊക്കെ എന്നാടോ നന്നാവുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പത്രക്കാരെയും ടി വിക്കാരെയും കണ്ട് കവാത്ത് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ സ്റ്റേഷനിൽ നടക്കില്ല. സകല എണ്ണം പണി പഠിച്ചു കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. സർ, ബോധം കെട്ട് വീണ പെൺകുട്ടി ആ ഗ്യാങ്ങിലുള്ളതല്ല. പിന്നെ അവർക്കാർക്കും ആ പെൺകുട്ടിയെ അറിയത്തില്ല. എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് ബസ് കാത്തുന്ന പെൺകുട്ടിയാ. നമ്മൾ അബദ്ധത്തില് ആരാ ഇത്? ആരായി CPO? ഇതാരാന്ന്? CP സുമതി. വിളിക്കവരെ. എന്തായത്? തനിക്ക് സസ്പെൻഷൻ കേട്ടോ. ഈ കുട്ടി ഇന്നസെന്റാ, പക്ഷെ അവരുടെ മുഖം ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. താൻ ഒരൊറ്റ ഒരുത്തി കാരണം. സർ, ആ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് നമ്മളാ. ഇതൊരു ഇഷ്യൂ ആയിട്ടുണ്ടല്ലോ. അയാൾ വീട്ടിലിരിക്കും. ഉറപ്പാ. വിളിക്കും. ചേട്ടാ, സാറ് വിളിക്കുന്നു. വാ. ഇരിക്കും. അപ്പച്ചന് കുടിക്കാൻ എന്തെങ്കിലും? റെയ്ഡിനിടയിൽ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചൊരു സ്ട്രഗിൾ വന്നു. അവിടെ വെച്ച് അബദ്ധത്തിലായി ഈ കുട്ടിയെ പിടിച്ചത്. കേസൊന്നും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായപ്പോൾ ഉടൻ പറഞ്ഞുവിടാൻ പറയുകയും ചെയ്തു. കുറച്ചു നേരം ഒന്ന് ടെൻഷൻ അടിച്ചു അല്ലേ? ദാസേ, ഇവരെ നമ്മുടെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടും. വേണ്ട സാർ, ഓട്ടോയിലാണ് വന്നത്. ഓട്ടോയിൽ പോയി. കണ്ണി കൊള്ളേണ്ടത് പുരുകത്തുകൊണ്ടെന്ന് കരുതിയാൽ മതി. എന്തായാലും കൊച്ചിന് ദൈവാധീനമുണ്ട്. അതല്ലേ പോലീസുകാർക്ക് സത്യം ബോധ്യമായത്. അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ നമ്മൾ വീണ്ടും നടക്കേണ്ടി വരും. എനിക്ക് അവളെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇദ്യാനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ചോദിച്ചു നോക്കും. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ പിന്നെ പുള്ളി ഒരു അയ്യോബാബയെന്ന് വിട്ടുകളഞ്ഞു. എന്തോന്ന് അയ്യോബാബം? ഓണോ മാനം വിട്ട വർഗ്ഗങ്ങൾ. നാളെ നേരം വെളുക്കുമ്പോ പറഞ്ഞു വിട്ടോന്ന് കുട്ടികളെ. എന്റെ പുതിയ വീഡിയോ പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പോലീസുകാരൻ തന്നെ പറയണ്ടേ? ഞങ്ങൾ TV കണ്ടായിരുന്നു. ഒന്നുമില്ല.
നാളെ നേരം എടുക്കുമ്പോൾ എല്ലാവരും സത്യം മനസ്സിലാവും. കരയല്ലേ മോളെ, കരയല്ലേ? ഇതെന്താ നാസയുടെ സാറ്റലൈറ്റ് പടാ? ഇതാ പെൺകുട്ടികളെ റെയ്ഡ് ചെയ്ത കേസല്ലേ? അതെ സർ. എല്ലാവർക്കും ഒരേ വിഷ്വൽസും ഒരേ സ്ക്രോളിങ്, ഒരു സൈഡ് സ്റ്റോറീസും കിട്ടിയിട്ടില്ല ഇതുവരെ. സർ, രാഹുലിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. PA കുറച്ച് കുഴപ്പക്കാരനാ, അത് അടുപ്പിക്കുന്നില്ല. ലാല He's in cabin. ബ്രദാ, ആ റൈഡിന്റെ വിഷ്വൽസ് ആ ലാപ്പം തന്നെ. അന്ന. അന്ന, ഓൺലി അന്ന. അന്ന. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ? വേറെ ഇല്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഹലോ. കിട്ടി. സാർ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. ഇവിടെ നല്ല തിരക്കിലാ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ, ഞാൻ എന്താ വിളിച്ചെന്നറിയോ? നമ്മുടെ റെയ്ഡിൽ പിടിച്ച പെൺകുട്ടികളില്ലേ, അവരുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള മാർഗമുണ്ടോ? ചാനൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണോ? നോ സാർ, ടെലികാസ്റ്റ് ചെയ്യാനല്ല. ഇവിടെ ആകെ പുകഞ്ഞ് പണ്ടരടങ്ങിയിരിക്കുക. CA ആണെങ്കിൽ ആ കലിപ്പില്ല. 2 ദിവസം ഒരു പരിപാടി നടക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. വാ. അവിടെ ഉണ്ടോ സാർ? ഹലോ. ദസറ 2010 ജനുവരി 15 വരെയുള്ള വാർത്ത. കണ്ണൊന്നും പിടിക്കുന്നില്ല. അന്വേഷിക്കണ പൈസ ഉണ്ടാവും. ജനുവരി കാലിക്കറ്റ് സംസ്ഥാന സ്കൂൾ കലോത്സവം വ്യക്തിഗത ചാമ്പ്യൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മോണാക്, കഥാപ്രസംഗം, എല്ലാത്തിലും A ഗ്രേഡ്. ശുചിക്കൊന്ന് മെയിൽ ചെയ്തു. 2010 ഈ കലാതിലകവും കലാപ്രതിഭയൊക്കെ എടുത്തുകളാണ്. പിന്നെ വ്യക്തിഗത ചാമ്പ്യന്മാര് മാത്രമായി. അത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവർ മാത്രം. ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാന കലോത്സവം. അതാണ് ഇത്ര ഓർമ്മ. കോളേജ് 2010 കാലിക്കറ്റ് സംസ്ഥാന ഉത്സവം, സ്കൂൾ കലോത്സവത്തിന്റെ അതിലെ അന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതൊന്നും ഓർമ്മില്ല. ഡയറക്ടർ രാമോഹൻ റോഡ്. അത് ഏത് പടത്തിന് വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. അന്ന കലോത്സവവേദിയിൽ നിന്ന് ചലച്ചിത്ര താരം അന്നം പോലീസ് റെയ്ഡിൽ അറസ്റ്റ്. സംവിധായകൻ രാമോഹന്റെ ചിത്രത്തിലൂടെയാണ് അന്ന ചലച്ചിത്ര ലോകത്തെത്തിയത്. ഇപ്പോ ഇതിലൊരു സൈഡ് സ്റ്റോറിയാണ്. യു ക്യാൻ ഗോ ലൈവ്. ഓക്കെ, താങ്ക് യു. അല്ല സാർ, ഇത് ഒന്നും കൂടി കൺഫേം ചെയ്യണ്ടേ? എന്ത് കൺഫേം ചെയ്യാം? അല്ല, ആ കുട്ടി തന്നെയാണ് ഈ കുട്ടിയെന്ന്. സ്റ്റേഷനിൽ വെച്ച് താനെന്താ കേട്ട കുട്ടിയുടെ പേര്? അന്ന. അന്ന അന്ന ചെറിയത്. ആ അന്ന തന്നെയോടോ? എനിക്ക് ഉറപ്പാ.
താൻ ധൈര്യമായിട്ട് വിട്ടോ. ഓക്കെ സാർ. ഓക്കെ. മുൻ കലാതിലകവും ചലച്ചിത്ര താരവുമായ അന്ന ചിറയത്ത് പെൺവാണിഭ കേസിൽ പിടിയിൽ. 2010 കോഴിക്കോട് വെച്ച് നടന്ന കേരള കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ എ ഗ്രേഡ് നേടി 1ാം സ്ഥാനത്തെത്തിയത് കുമാരി അന്ന ചിറയത്തായിരുന്നു. ഇതേ തുടർന്ന് പ്രശസ്ത സംവിധായകൻ റാമോഹൻ സംവിധാനം ചെയ്ത തെന്തുളികൾ എന്ന സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു. ആദ്യ സിനിമയുടെ വിജയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അന്നെ തേടിയെത്തിയെങ്കിലും താൻ ഇനി സിനിമയിലേക്കില്ല, പഠിച്ചൊരു ഡോക്ടർ ആവുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് അന്ന് അന്ന തീരുമാനിച്ചത്. സമൂഹത്തിനാകെ മാതൃക നൽകിയ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ് ഇന്ന് ലഹരി മാഫിയുടെയും പെൺവാണിഭക്കാരുടെയും കയ്യിൽ അകപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ സമൂഹം വളരെയധികം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇല്ലില്ല, ജസ്റ്റ് ലാൻഡഡ്. ഇല്ല, എഫ് നോക്കിയില്ല. എന്താ സംഭവം? ആ, നോക്കട്ടെ. ശരി. ഇവള് ഫിലിം ആക്ട്രസ് ആയിരുന്നോ ഈ കുട്ടി? നിഖില്, അല്ല എന്താ ഇത്? ഇല്ലല്ല, ഞാൻ എന്താ ഇപ്പൊ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ശരി, നോക്കാം. ഈ കുട്ടി സിനിമ നടി എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പണ്ട് എപ്പോഴും ഏതൊരു സിനിമയിൽ ചെറിയ റോള് ചെയ്ത് വെച്ചിട്ട് സിനിമ നടിയാവോ? മതിയല്ലോ, അത്ര മതിയല്ലോ. ആഡിന് വേണ്ടി ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചപ്പോ നീ ഇത് തള്ളായിരുന്നു. അവള് വേറെ ലെവലാണ്, വേറെ എയിമായിരുന്നു. ഇതാണ് എയിം. ശ്രീ, ഭയങ്കര എയിം കേട്ടോ. മതിയാ, പ്ലീസ് സ്റ്റോപ്പ്. എവിടുന്ന് റൈറ്റ് എടുക്കണേ? ഓക്കെ, നിർത്തിക്കോ. സ്റ്റോപ്പ്. ഓടിച്ചാടി അങ്ങോട്ട് എനിക്ക് രാവിലെ ഓഫീസിൽ പോകണല്ലോ. ഫ്ലാറ്റിന്റെ കീ കയ്യിലുണ്ടല്ലോ. ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്ത് എത്തിക്കോ. വേറെ ഒന്നുമില്ലല്ലോ. അതെ, നീ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് തലകാണിച്ചിട്ട് പോരും. അങ്കിൾ ഇവിടെ വന്ന് നിന്നെ വിളിച്ചല്ലേ? ഇന്നൊരു നിവൃത്തിയില്ല ശ്രീ. ഞാൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. എനിക്കിന്ന് രാവിലെ തന്നെ അർജന്റായി ജെറിനെയും കൂട്ടി സിഐയുടെ ഓഫീസിലേക്ക് ഒന്ന് പോകണം. അന്നയുടെ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് മീറ്റ് ചെയ്യാറുണ്ടെന്ന്. അഞ്ഞൊരു വിഷയം, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ ഈ കണ്ടം നാട്ടക്കേസ് എടുത്ത് തലവെച്ചെടുക്കാൻ? ശ്രീ, ഒരു സാധാരണ വീട്ടിലെ പാവ പെൺകുട്ടിയുടെ ലൈഫിന്റെ പ്രശ്നമായത്. അവൾ എത്ര വലിയ ട്രാപ്പിലാ പെട്ടിരിക്കുന്നെന്ന് അറിയാവോ? അന്യം കുർവാച്ചിനെയൊക്കെ എനിക്ക് എത്രയോ നാളായിട്ട് അറിയാം. ആൻഡ് ദേ നീഡ് മൈ ഹെൽപ്പ് നൗ. മാറ്റ കേസ് പോലും. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സത്യമാണ്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ ഇന്റേണൽ ബോഡി അത് അന്വേഷിക്കുന്നുണ്ട്. കാരണക്കാരായവരുടെ പേരിൽ നടപടി ഉണ്ടാവും, അത് ഉറപ്പാ. പക്ഷേ ഇതൊന്നും എനിക്ക് മീഡിയയുടെ മുന്നിൽ പറയാൻ പറ്റില്ല. ഇത് തന്നെ ആ കുട്ടിയുടെ അവസ്ഥയിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും തുറന്ന് സംസാരിച്ചത്. ഇതിപ്പോ നമ്മൾ തമ്മിൽ മാത്രം സംസാരിച്ച ഒരു കാര്യമില്ലല്ലോ. ഒരു തെറ്റായ വാർത്തയുടെ പുറത്ത് ആ കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണ്ടേ? ശരിയാണ്. പക്ഷെ ആക്ച്വലി ആ മന്ദാരംകാരാണ് മുഴുവൻ കുളവാക്കിയത്. ആ പെങ്കൊച്ചിന്റെ പഴങ്കഥയും ചരിത്രമൊക്കെ എടുത്ത് വാർത്തയാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവർക്ക്? മാഡം, നിങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്.
ഇന്നത്തെ മീഡിയ ഉണ്ടല്ലോ ഭയങ്കര റോങ്ങാ. ഒരു കേസ് പോലും ചാർജ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് വാർത്തയാക്കാൻ ഇവർക്കൊക്കെ ആരാ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ഞാനാ ഇവിടെ സ്റ്റേഷൻ ഓഫീസർ. മിനിമം അവരെന്നെ ഒന്ന് വിളിച്ചു ചോദിക്കണ്ടേ? ഇതൊക്കെയാണോ ജേർണലിസം? നിലവിൽ കാര്യങ്ങൾ അങ്ങനെയാണ് സർ. ഒരു ചെറിയ മാത്തമാറ്റിക്സ് പറയാം. നമ്മളൊരു വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്യുന്നു. സോ ബാധിക്കപ്പെട്ട ആൾ ഡെഫിനറ്റ്ലി കോടതി പോകും. അപ്പൊ നമ്മൾ ഒരു മുന്തിയ വക്കീലിനെ വെക്കും, കേസ് നടത്തും. മിക്കവാറും കേസിൽ നിന്ന് നമ്മൾ ഊരിപ്പോരും, അല്ലെങ്കിൽ ഒരു ചെറിയ ഫൈൻ അങ്ങോട്ട് എടുക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കേസ് നടത്താൻ ചിലവാകുന്ന തുകയുടെ 10 ഇരട്ടി തുക നമുക്ക് ഈ വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്തതുകൊണ്ട് കിട്ടുമെങ്കിൽ വൈ ഷുഡ് വി ഇഗ്നോർ ദാറ്റ് ഫേക്ക് ന്യൂസ്? റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ എഡിറ്റർ എന്നോട് ചോദിച്ച ചോദ്യം അത്. സോ വി റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് യു ട്രൈങ് ടു കോഓപ്പറേറ്റ് വിത്ത് അസ്. ഞങ്ങൾ ഏതായാലും മന്ദാരത്തിന്റെ എഡിറ്ററെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാ. അവരെ കൊണ്ടൊരു തിരുത്ത് കൊടുപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആദ്യത്തെ ആവശ്യം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ സാറെ വിളിക്കും. സാറിന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയാലോ. സാറൊന്ന് അവരുടെ അടുത്ത് ഒന്ന്. ഞാൻ പറയാം, പക്ഷേ ഫോണിലൂടെ അല്ല, നേരിട്ട്. അല്ലെങ്കിൽ അവൻ അതും റെക്കോർഡ് ചെയ്ത് വാർത്തയാക്കും. ഹായ് ജെറിൻ. ഹായ്. നീ പറഞ്ഞു നമുക്കിനി എന്താ ചെയ്യാൻ പറ്റും? നോക്ക്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മന്ദാരം ചാനലിലും പേപ്പറിലും ഓൺലൈനിലും ഇതിന്റെ തിരുത്തിന്റെ ന്യൂസ് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു വീഴ്ചയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മന്ദാരമായിട്ട് തുടങ്ങി വെച്ചത് ഇതിന് തീർപ്പാക്കണമെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം. ഞാൻ എൻ്റെ ഓൺലൈൻ ചാനലിൽ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാ. ഇത് എത്ര പേരുടെ അടുത്ത് എത്താനാ? കറക്റ്റാ ചേച്ചി പറഞ്ഞത്. പക്ഷേ ഇത് സാറിനോട് നേരിട്ട് കണ്ട് തന്നെ സംസാരിക്കണം. വേറെ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോ തന്നെ സാറിനെ കണ്ടു സംസാരിക്കാം. ഹായ് ജോയ്. ഇടിച്ചു കയറി വരണ്ടേ? ഇത്രയും ഫോർമാലിറ്റീസിന്റെ ആവശ്യമുണ്ടാ? ഇതിനെത്താണ്ട് ആന പ്ലീസ് ആനക്കാര്യം പോലെ അവതരിപ്പിക്കാനും. നോയിസ്റ്റ് അതിപ്പോ അവനെ കണ്ടപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. And of course, you will be busy with your paper, channel. ബിസി എന്താണെന്ന് എനിക്കറിയണം. ഒരുപാട് വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് അവർ ബിസി. ഇത് ഡോക്ടർ അമല. എനിക്കറിയാം. ഡോക്ടർ അമല ശ്രീറാം, പീഡിയാട്രിക് സർജൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എറണാകുളം അല്ലേ? അതെ. തൃശ്ശൂരല്ലേ മുന്നേ വർക്ക് ചെയ്തിരുന്നത്? അതെ. ഞാൻ ഡോക്ടറുടെ വലിയൊരു ഫാനാണ്. ആക്ച്വലി എന്റെ വൈഫാണ് ഫാൻ. എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണാറുണ്ട്. അവൾക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് എന്നെ അച്ചായനെന്ന് അവൾ വിളിക്കുക. അച്ചായന് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 3.5 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ ചോദ്യമാണ്. Excuse me, sir. ജിജി പ്ലീസ് സ്റ്റേ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ലാലന്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, അന്നത്തെ ആ റെയ്ഡിനെ കുറിച്ചൊരു ഇതല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മീഡിയയാണ് അതിലൊരു സ്പെഷ്യൽ സ്റ്റോറി കണ്ടെത്തിയത്. ആ സ്റ്റോറിയിൽ തന്നെ ആ സ്റ്റോറിയിൽ വസ്തുതാപരമായ തെറ്റുകളൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് അല്ലേ? But Mr. SJV, you do realize that twist has made a girl's life pathetic, right? Yeah, that I know. അതിൽ തർക്കമൊന്നുമില്ല. Sir. 7 PM ബുള്ളറ്റിൻ, മന്ദാരം ഓൺലൈൻ, മന്ദാരം ഡെയിലി. Okay. അന്നാച്ചുറേതന്റെ വാർത്തയിൽ തിരുത്തു കൊടുക്കും. Okay. പോലീസിന്റെ അടുത്ത് കിട്ടിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞ ഒരു ഖേദമൊക്കെ പ്രകടിപ്പിച്ച് അവസാനിപ്പിക്കാം അല്ലല്ലോ അല്ലേ? അതെ അതെ. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട്. Is it okay now, ma'am? Sounds reassuring, yeah. ഇത് പെട്ടെന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് എനിക്ക് അയക്കണം. Okay, sir. പിന്നെ ഓൺലൈനിലെ റഹീമിനോട് ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറ. Okay. സോ ജെറിനും ഡോക്ടർക്കും ഏത് സമയത്തും ഇങ്ങോട്ട് വരാം. ഞങ്ങൾ കൂടെ ഉണ്ടാവും. Thank you. ഡോക്ടർ കൈ വന്നപ്പോ വ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതില്ല. Thank you. എടാ ന്യൂസ് എന്തായി? ഇപ്പൊ തുടങ്ങും. 7 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം പനിപ്പിടിയിൽ. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. കടുത്ത പ്രതിസന്ധി. വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്നതൊഴികെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഒരിടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും ഇവരൊന്നുമില്ല. അതവര് പിന്നെ പറയുള്ളൂ. നിറയുകയാണ്. തോന്നിയാസം ഫ്രണ്ട് പേജിലും മാപ്പ് കുറച്ചില്ല ലാസ്റ്റ് പേജിലും. അതല്ലേ കണക്ക്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പനി ബാധിതർ ഉള്ളത്.
ആക്ച്വലി സാർ എന്ത് പറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു അവർക്ക്. എന്തായാലും നമ്മൾ ചെയ്ത് നന്നായി സാറേ. എന്തായാലും നമ്മളെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണല്ലോ. എങ്ങനെ? ആരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക്? എടാ, ഈ ഇമ്മോറൽ ട്രാഫിക് റിപ്പോർട്ട് ചെയ്താരാ? ഇതിന്റെ വിഷ്വൽസ് അയച്ചു തന്നാരാ? അപ്പൊ ഇങ്ങനെ ഒരു സാധനം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റേഷനിൽ വിളിച്ച് കൺഫേം ചെയ്യേണ്ടതാരായിരുന്നു? ഈ ഒരൊറ്റ കാരണം മതി. വേറെ സ്ഥാപനമാണെങ്കിൽ നീ വീട്ടിലിരുന്നേ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഇവിടെ സംഭവങ്ങൾ പ്രകാശ വേഗത്തിലൂടെ എത്തിക്കുന്നു, അതിലും വേഗത്തിൽ വാർത്തകളാക്കുന്നു. അതിന് മാത്രമുള്ള കൺസേൺ. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായോ? ജനങ്ങളൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ല. അവര് വാർത്തയിൽ നിന്ന് അടുത്ത വാർത്ത, അതിൽ നിന്ന് അടുത്ത വാർത്ത, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയാണ് പരീക്ഷണ ഓട്ടത്തിനുള്ള ഇലക്ട്രിക് ബസ് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. തിരുത്ത്. എടോ, ഈ സ്ഥാപനത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതിൽ പയ്യനും വാർത്ത ഉണ്ടാക്കുന്ന എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന വാർത്ത നാളെ, അയ്യോ സോറി, അത് വാർത്തയല്ല, ക്ഷമിക്കണം, തെറ്റാണെന്നൊക്കെ പറഞ്ഞ പിന്നെ ആരെങ്കിലും നമ്മുടെ വാർത്തയൊക്കെ കാണോടോ? പോയി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ജനസഭയുമായി അഭിലാഷ് ചേരും. നമസ്കാരം. What was that? Where is the news, Jaren? Wait, let me check. ലുക്ക്, 5 million ഫോളോവേഴ്സാ ഒരു രാപ്പകലുകൊണ്ട് ഉണ്ടായത്. എങ്ങനെ? സാധാ അന്നാചരിത്തിന്റെ വാർത്തയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇല്ല. അപ്പോ ചലച്ചിത്ര താരം അന്നാശ്രയത്തിന്റെ വാർത്ത ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കും. അപ്പൊ സ്തോത്രം പാടണ്ടേ നമ്മൾ അന്നയ്ക്ക്? ചെയർമാൻ അമല, he won't correct it. അവനിത് ഇവിടെ കൊണ്ട് നിർത്താൻ പോകുന്നില്ല. Started his new game. അന്നാ ചെറിയത്തിനോടൊപ്പം സോഷ്യൽ മീഡിയ താരം ഡോക്ടർ അമല ശ്രീരാമോ. ഇത് 7:05 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. It's a warning, Amala. I shouldn't have trusted him. ആ ടീച്ചറെ, എപ്പോ? ശരി, ഞങ്ങൾ നാളെ തന്നെ വക്കീലിനെ കാണുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്ന് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കണം അല്ലേ? ഞങ്ങൾ നാളെ ആ വഴി വരാം. ഓക്കെ, ബൈ. 2 പിള്ളേര് ബൈക്കിൽ ക്യാമറയൊക്കെ ആയിട്ട് വന്നു, ഫോട്ടോ എടുത്തു. ടീച്ചർ ചെക്ക് ചെയ്യാൻ ചെന്നപ്പോ അവരങ്ങ് പോയി. സോ ഇറിറ്റേറ്റിംഗ്. എത്ര പെട്ടെന്ന് നമ്മുടെ സൊസൈറ്റിയും മീഡിയ ഒക്കെ ചേഞ്ച് ആവുന്നത്. യു നോ സംതിങ്? ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് താഴെയുള്ള കമന്റ്സ് ഒന്നും ഒരിക്കലും വായിക്കാറില്ല. ഹു ഹാസ് എ ടൈം ഫോർ ഇറ്റ്, റൈറ്റ്? ഇന്ന് അന്നയുടെ പോസ്റ്റ് ഇട്ടപ്പം ഞാനത് വെറുതെ നോക്കിയതാ. യു വോണ്ട് ബിലീവ് ഇറ്റ്, 99% 99% ആൾക്കാർക്കും അവള് ചെയ്തത് ശരിയല്ലെന്ന് സ്ഥാപിക്കാനാണ് താല്പര്യം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് പ്ലേഗിങ് ദിയർ മൈൻഡ്സ്. ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദ ട്രൂത്ത്. ഞാൻ ഈ ടെൻഷൻ്റെ ഇടയിൽ ഡ്രസ്സ് മാറുന്ന കാര്യമൊക്കെ അങ്ങ് മാറും. ഇതിട്ടുകൊണ്ട് എന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിന്റെ താഴെയുണ്ട് കുറെ വൃത്തികെട്ട കമന്റ്സ്. എനിക്കറിയില്ല, ഈ ലോകത്ത് സ്ത്രീകൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു വിധി? Amala, let me tell you a quote by Rebecca West. People call me a feminist whenever I express sentiments that distinguishes me from a doormat. 40-40 കൊല്ലം മുമ്പ് അവർ പറഞ്ഞിട്ട് പോയതാ. അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. നാളെയും അത് മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതിനിടയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് കാണിക്കണം. അതാണ് ഹീറോയിസം. ഹീറോയിനിസം. ശരി, നാളത്തെ വക്കീലിന്റെ കാര്യം മറക്കല്ലേ? ബട്ട് അമല, ജസ്റ്റ് റിമെമ്പർ, നീ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയൊരു മാധ്യമ സ്ഥാപനത്തോടാണ്. പ്രത്യേകിച്ച് SGV എന്ന കാഞ്ഞിരമരത്തോട്. I've been doing some research about it. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സാം കുട്ടി വാഗത്താനും SJV ആയ കഥ quite interesting. 1986-87 കാലഘട്ടം. കോട്ടയം മന്ദാരം വാരികയുടെ പുഷ്കല കാലമാണിത്. വാരികയുടെ പുറത്താണ് അവിടെ കൊതം വെച്ചോണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടേക്കുള്ള വണ്ടി പോയോ? പോയി. ഇതാ വാഗത്താനത്തിലെ പറഞ്ഞേക്കാൻ. എന്താടാ അതിന്റെ പേര്? സാംകുട്ടി. എന്തോരം പഠിച്ചു? 10 ജയിച്ചു. നീ മന്ദാരം വായിക്കാറുണ്ടോ? മന്ദാരം മാത്രമേ വായിക്കാറുള്ളൂ, പിന്നെ ബൈബിളും. പ്രിയാബി, ഇവനെ ആ ഇടുക്കിയിലേക്കുള്ള വണ്ടി കൂടിക്കോ കേട്ടോ. പറഞ്ഞിട്ടുണ്ട്.
വെട്ടി പറഞ്ഞിരിക്കടാ. ഇപ്പേലാണോ റോഡിലാണോ നിനക്കൊന്നും അറിയണ്ടായോ? അമ്മ കന്യാമണിതന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ. വണ്ണാത്തികളി നോവല് 15 പണ്ടൊരു വിട്ടോ. താൻ എന്നാടോ പറഞ്ഞേ? അല്ല, വാഗത്താനത്തിൽ അച്ഛനെ സ്തുതിക്കണമെന്ന് പറയായിരുന്നു. അത്രയ്ക്ക് തങ്കം പിടിച്ച ഒരു കൊച്ചനെ അല്ലയോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നമ്മുടെ സാങ്കുട്ടി എന്നാ വിനയമാ, എന്നാ ദൈവഭയവാ. അതെന്തായാലും നന്നായി. തിങ്കളാഴ്ച മുതൽ 3 ദിവസം ഞാൻ ലീവ് അല്ലയോ. ഇടുക്കി വണ്ടിയെ നമുക്ക് സാങ്കുട്ടിയെ തന്നെ അങ്ങ് വിട്ടാലോ? എടോ, അതിന് അവന് വല്ല ഡ്രൈവിംഗ് വല്ല അറിയോ? അതല്ലേ അതിശയം, അവന് ഹെവിയും ഉണ്ട്. എന്നാ വിട്ടോ. കൂട്ടിന് വേണ്ടി നമ്മുടെ മണിയപ്പനെ വിളിച്ചു കേട്ടോ. നീ തോൽപ്പിച്ചുകൊണ്ടെടുക്കാതെ പോയി വായിച്ചേ. വായിക്കേ, ഞാൻ എടുത്തു വെച്ചോളാം. അതൊക്കെ ഇത് എനിക്ക് ഒരാൾക്ക് ഇയാളെ പണിയല്ലോ. മുരളി, എന്താടാ ഈ ഇടുക്കിയിലേക്ക് വീക്കിലി കൊണ്ടുപോകണ വണ്ടിക്ക് എന്തിനാ 2 മണിക്കാരെ? ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കാനും വണ്ടി ഓടിക്കാനും ഒരാൾ മതി. വേണ്ട മുതലാളി, ഞാൻ വണ്ടി ഓടിക്കുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്യും. അതെ, ഇനി മുതല് പത്രവണ്ടിയില് ഒരാള് മതി. ഇതേ കരിങ്കല്ലൊന്നും അല്ല എടുത്തോണ്ട് പോണത്, പത്രക്കെട്ടല്ലേ, അതിന് ഒരാള് മതി. പിന്നെ കിളിപ്പണിക്ക് വന്നവർക്ക് വേണമെങ്കിൽ പോയി കെട്ടിടം പണിയുന്നിടത്തേ കമ്പി വിളയ്ക്കാം, അല്ലെങ്കിലേ അല്ലാൻ പറ്റാത്തവർക്ക് വീട്ടിൽ പോവാം. അമ്മ കന്യാമണിതന്റെ നിർമ്മല. മോളുടെ കല്യാണം കഴിഞ്ഞ് 4ാം പക്കം കുര്യാപ്പി മന്ദാരത്തിലെത്തി. ചേട്ടാ, എന്റെ താക്കോല് മുതലാളി കാണാൻ പാടുണ്ട്. മലയാളി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മന്ദാരവും വായിച്ച് പ്രാർത്ഥിച്ച് സാങ്കുട്ടി ഉണ്ടല്ലോ. നീ ചെല്ലേ. മന്ദാരത്തിൽ പണി മേടിച്ചു കൊടുത്ത കുര്യാപ്പിക്ക് തന്നെ 4ാം ദിവസം ആദ്യ പണി കൊടുത്ത് സാംകുട്ടി വാഗത്താനും തന്റെ ചൈത്രയാത്ര ആരംഭിച്ചു. വീട്ടിലേക്കാണോ ഞാൻ ഇറക്കണോ? നിന്റെ അപ്പ പാതാളം പറക്കിയാ പണ്ടിറക്കണ അവൻ തീനി മാക്കാനെ പാതാളം പറക്കിയ. അതേ ചിരിയോടെ മന്ദാരത്തിന്റെ വീക്ക്ലി കെട്ടുമായി സാംകുട്ടി തന്റെ ഇടുക്കി യാത്ര തുടർന്നു. രാത്രിയിൽ പുറപ്പെട്ട് നേരം പുലരുമ്പോൾ ഇടുക്കിയിലേക്കുള്ള മുഴുവൻ ലോഡും അതാത് പോയിന്റുകളിൽ ഇറക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങും. ഈ സമയത്ത് പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഭാഗത്തെ ആശുപത്രികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജൗളി കടകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇടുക്കി കോട്ടയം സൂപ്പർഫാസ്റ്റ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും. അവർക്ക് ലിഫ്റ്റ് കൊടുക്കും, അവർക്ക് മാത്രം. ആ യാത്രകളിൽ സാംകുട്ടി അവരോട് വാ തോരാതെ കുശലം പറയും, സൗഹൃദം സ്ഥാപിക്കും. വീട്ടിലെ, നാട്ടിലെ, പണിസ്ഥലത്തെ വിശേഷങ്ങൾ ചോദിക്കും. സങ്കടവും സന്തോഷവും കണ്ണീരും പ്രതീക്ഷയും നിറഞ്ഞ അവരുടെ കഥകൾ അവർ സാംകുട്ടിയോട് പറയും. ഒപ്പു കടലാസിൽ എന്ന പോലെ ആ കഥകളെല്ലാം സാംകുട്ടി മനസ്സിൽ കുറിച്ചു വെക്കും. പ്രസ്സിലും ഡിസ്പാച്ചിലും രാത്രികളിൽ വാരിക കെട്ടിടത്തിന്റെ ടെറസിലുമൊക്കെ ഇരുന്ന് സാംകുട്ടി ഈ കഥകൾ ഒരു ലേഖന പരമ്പരയായി എഴുതിക്കൂട്ടി. മലയോര പട്ടണത്തിലെ പെൺ ജീവിതങ്ങളുടെ കണ്ണീർ കഥകൾ. എടാ, ഇത് നീ തന്നെ എഴുതിയതാണോടാ? സത്യം പറ. സത്യമായിട്ട് സാറേ. നിന്റെ കയ്യിലേ ഇതിന്റെ എത്ര അധ്യായമുണ്ട്? 4-5 എഴുതിയിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നീ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. നമ്മള് അടുത്ത ആഴ്ച ഇതിന്റെ പരസ്യം കൊടുക്കുന്നു, പിന്നത്തെ ആഴ്ച നമ്മള് പരമ്പര തുടങ്ങുന്നു. അപ്പൊ വണ്ണാത്തിക്കളി അത്യാവശ്യം നമ്മൾ നിർത്തിയല്ലേ? ഇത് വയനാട്ടിൽ നിന്നുള്ള സംഘടനക്കാരിൽ നിന്നുള്ളതാണ്. ഇത് ആർട്ടിസ്റ്റിനെ കൊടുത്ത് ഇതിന്റെ പരസ്യങ്ങളൊക്കെ ശരിയാക്ക്. പിന്നെ ഇതേ സംഘടനയുടെ ഫോട്ടോയും വേണം കേട്ടോ. സമയം എടാ, ഇതിനെ വെല്ലാൻ ഇവിടെ ഒരുത്തന്റെ ഒരു കോപ്പുമില്ല. നമ്മൾ മന്ദാരം കത്തി കത്തിക്കേറും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് സാംകുട്ടിയുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറുകയാണ്.
പരമ്പര തുടങ്ങി പരമ്പര ഹിറ്റായി വെറും 6 ആഴ്ച കൊണ്ട് മന്ദാരം വീക്ക്ലിയുടെ സർക്കുലേഷൻ 10 ലക്ഷത്തിൽ 15 ലക്ഷത്തിലേക്ക്. ഒരു ഡ്രൈവറായ സാംകുട്ടി മന്ദാരം വീക്ക്ലിയുടെ ഇടുക്കി റിപ്പോർട്ടറായി മാറി. 1995 മന്ദാരം ദിനപത്രം ആരംഭിച്ചു. ദിനപത്രത്തിന്റെ ന്യൂസ് എഡിറ്ററായി സാമിനെ നിയമിച്ചു. മന്ദാരം പത്രത്തിന്റെ ഒരു വരവറിയാലോ. കണ്ണീർ പരമ്പരയ്ക്കും വാർത്തയ്ക്കും ഇടയിലുള്ള അതിർവരമ്പ് സാം ഇല്ലാതാക്കി. നേരെന്ത് നെറികേടെന്തെന്ന് അറിയാത്ത വിധം വാർത്തകളെ കുളിപ്പിച്ചെടുത്തു. മലയാളികൾ മന്ദാരം ആർത്തിയോടെ വായിച്ചു തുടങ്ങി. മന്ദാരം പത്രത്തിന്റെ സർക്കുലേഷൻ ലക്ഷങ്ങൾ കടന്നു കോടികളിലേക്ക്. ന്യൂസ് എഡിറ്റർ ആയിരുന്ന സാംകുട്ടി ചീഫ് എഡിറ്ററായി മാറി.